എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഇപ്പം മണ്ഡലകാലം തുടങ്ങി അല്ലേ? മണ്ഡല വ്രതമൊക്കെ തുടങ്ങിയിട്ട് അയ്യപ്പന്മാരൊക്കെ വളരെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ സ്മരിക്കുകയും അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോവുക, അവിടെ പോയി തൊഴുക, പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു അവസരമാണ്. ഇപ്പം ഞാനും മണ്ഡലം തുടങ്ങിയത് മുതൽ പ്രത്യേകിച്ചും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരത്തിലാണ് ഞങ്ങളുടെ ഒരു അയ്യപ്പൻ്റെ അമ്പലം അവിടെ ഉള്ളത്. അവിടെ പോയിട്ട് പ്രാർത്ഥിച്ച് മനസ്സിനൊക്കെ ഒരു നല്ല കുളിർമ. പ്രത്യേകിച്ച് നമ്മളത് രാവിലെ ഇവിടുന്ന് അമ്പലം വരെ നടന്നു പോകുന്നു. അപ്പോൾ ചെറിയൊരു തണുപ്പും ആ ഒരു കാറ്റും ആകെ നമ്മളെ മനസ്സൊക്കെ ഒന്ന് ഫ്രഷാവും. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോഴേക്ക് വെയിലൊക്കെ ആയിട്ടുണ്ടാവും. ആ വെയിലൊക്കെ കൊണ്ടിട്ട് ഇപ്പോൾ നല്ലതാണ്. രാവിലത്തെ ആ വെയിൽ കൊള്ളുന്ന വളരെ എനർജറ്റിക് ആവും. അപ്പം നമുക്ക് നല്ലൊരു വ്യായാമം, ഒരു പ്രഭാത സവാരി, അതോടൊപ്പം മനസ്സിനൊക്കെ ശരീരത്തിനെയും ശുദ്ധമാക്കിയിട്ട് നിൽക്കുക. പിന്നെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ഇഷ്ടദൈവത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാതെ കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലുകയോ അല്ലെങ്കിൽ വെറുതെ കൈകൂപ്പി പ്രതിഷ്ഠയിലേക്കൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു കോൺസെൻട്രേഷൻ കിട്ടും, ഒരു മനഃശുദ്ധി വന്ന പോലെ തോന്നും. പ്രത്യേകിച്ച് ഈ മാസം ഈ ഒരു 41 ദിവസങ്ങൾ, ഈ വൃശ്ചികം 1 തുടങ്ങിയിട്ട് നവംബർ 17 ഇപ്രാവശ്യം വൃശ്ചികം 1 വന്നത് തുടങ്ങിയിട്ട് നമ്മളൊരുപാട് വേണ്ടാത്ത ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഭക്തിരസത്തോടെ, ഒരു ഭക്തി മാത്രം മനസ്സിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ട് കുറച്ച് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്മളൊരു ശരീരത്തിന് മനസ്സിനൊക്കെ ഒരു വ്യത്യാസം വരും. ഒരു മനസ്സമാധാനം, ഒരു സന്തോഷം ഒക്കെ കിട്ടും. പ്രത്യേകിച്ച് രാവിലെ ഈ നവംബർ മാസമൊക്കെ തുടങ്ങിയതിന് ശേഷം, മലയാളത്തിലാണ് വൃശ്ചികമാസം തുടങ്ങിയതിന് ശേഷം ഒരുപാട് തണുപ്പാണ്, കഠിനമായ തണുപ്പാണ് ഇവിടെ. ഈ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് സാധാരണ വ്രതമാകുമ്പം നമ്മൾ തണുത്ത വെള്ളത്തിലാണ് കുളിക്കാറ്. ഞാനിപ്പോൾ ആരോടും തണുത്ത വെള്ളത്തിൽ കുളിക്കണമെന്ന് പറയില്ല. അത് ഓരോരുത്തരുടെ പ്രായവും ഇതനുസരിച്ചൊക്കെ, വെള്ളം ചൂടുവെള്ളത്തിൽ തന്നെ ആവട്ടെ, തിളച്ച വെള്ളത്തിലാവരുത്. അപ്പോൾ ഒന്ന് കുളിച്ച് നമ്മളിങ്ങനെ ഒരു പ്രത്യേക ഭാവത്തോടെ നടന്നു പോകുമ്പോൾ നമ്മളെ മനസ്സിലൊക്കെ ദൈവിക ചിന്ത മാത്രമേ ഉണ്ടാവൂ. ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സ് മാറ്റി വെച്ച് ചുരുങ്ങി പക്ഷേ ഈ നടന്നു പോകുന്ന, ഇവിടുന്ന് പോകുന്ന ആ സമയത്ത് ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അല്ലെങ്കിൽ ഭഗവത് ചിന്തയിൽ മാത്രം ഒഴുകിയിട്ട് ഒന്ന് നടന്നു നോക്കൂ. വളരെ ഒരു സുഖം കിട്ടുന്നൊരു കാര്യമാണ്. ഇപ്പം 3-4 ദിവസമായിട്ട് നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം മനസ്സിന് തോന്നുന്നു, ഒരു സംതൃപ്തി തോന്നുന്നു. അപ്പം ഞാനത് പറയാൻ കാരണം, നമ്മൾ പൊതുവെ റിട്ടയർ ആയി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ റിട്ടയറായി 5 വർഷം കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ്. റിട്ടയർ ആയി കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ അന്ന് വരെ നടന്നിരുന്ന ഒരു അച്ചടക്കം, ഒരു ടൈം ടേബിള്, ഒരു റൂട്ടീൻ വർക്ക് അല്ലേ, അതൊക്കെ ജോലിക്ക് പോകുമ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നമ്മൾ നിർബന്ധിതരായ ഒരു റൂട്ടീൻ വർക്കുണ്ട്. രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് നേരത്തെ എഴുന്നേൽക്കുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ പ്രഭാത സവാരി ഒന്നും നടന്നൊന്നും വരില്ല. അത് നമ്മൾ കുറച്ചുകൂടി നേരത്തെ എഴുന്നേറ്റാൽ അതും സാധിക്കും. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ഗാർഡനൊക്കെ ഉണ്ട്. വ്യായാമം ചെയ്യാം, നടക്കാം സ്വതന്ത്രമായിട്ട്. സിറ്റിയുടെ ശബ്ദശല്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ശാന്തമായിട്ട് അവിടെ. അതുപോലെ ചെയ്യാൻ വരുന്ന ആളുകൾ, യോഗ ചെയ്യാൻ വരുന്നവർ, എക്സർസൈസ് ചെയ്യാൻ വരുന്ന ആളുകൾ, നടക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ വന്ന് രാവിലെ കുറച്ച് വെടി പറഞ്ഞിരിക്കാൻ വരുന്ന ആളുകൾ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഫ്രഷാവും.
എന്നിട്ട് നമുക്ക് വന്ന് കുറച്ച് നേരം ഇരുന്ന ശേഷം ശരീരം ഒന്ന് തണുത്ത ശേഷം ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുക, ജോലിക്ക് പോവുകയും പിന്നെ ജോലിയിൽ മുഴുകി വൈകിട്ട് വരെ നമ്മളെ കാര്യങ്ങളൊക്കെ എങ്ങനെയായി. അവിടെ ലഞ്ച് അവർ ആകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു പങ്ക്ച്വലായിട്ട് കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ട് കൃത്യസമയത്ത് ഓരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ആരോഗ്യമൊക്കെ നന്നായിരിക്കും. പക്ഷെ നമുക്ക് അപ്പോഴൊക്കെ ഒരു 10 മിനിറ്റ് കിട്ടിയൊന്ന് വിശ്രമിക്കണം എന്നുള്ള തോന്നലായിരിക്കും. പക്ഷെ റിട്ടയർ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ ഭയങ്കര റിലാക്സ് ആവും. പിന്നീട് നമുക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങും. എന്ത് ചെയ്യണം എന്നറിയാതെ, സമയം എങ്ങനെ കളയണം എന്നറിയാതെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ വിനോദങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, എഴുത്ത് അല്ലേ, വായനയാവാം, എഴുത്താവാം, അങ്ങനെയൊക്കെ രീതിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെ ഒരു റിലാക്സേഷൻ കിട്ടും. പക്ഷെ പൊതുവെ ഇപ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജോലിയിൽ നിന്ന് വിരമിച്ച് വന്നാൽ പിന്നെ നമ്മൾ രാവിലെയൊക്കെ മെല്ലെ എഴുന്നേക്കും, ഒരുപാട് നേരം കിടന്നുറങ്ങും, ബ്രേക്ക്ഫാസ്റ്റൊക്കെ എപ്പോഴും കഴിക്കും, ഉച്ചയ്ക്ക് അതുപോലെ ലേറ്റാവും, രാത്രി ഉറങ്ങാൻ ലേറ്റാവും. അങ്ങനെ നമ്മൾ ആകെ ഒരു ചിട്ടയില്ലാതെ, ഒരു അച്ചടക്കമില്ലാത്ത രീതിയിലേക്ക് പോകും. അവിടെ നിന്നാണ് നമ്മുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അത്ര കടുകട്ടിയായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന കാലത്ത് ചെയ്തതുപോലെ കൃത്യനിഷ്ഠയോടെ എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയില്ല, എങ്കിലും ചെറിയൊരു ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുക്കാം. ആ സമയത്തിൻ്റെ അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന ആ രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകണം. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളെ ശരീരമൊക്കെ അതിന് റെഡിയായി കഴിഞ്ഞു, അത് സ്വീകരിച്ചു കഴിഞ്ഞു. അല്ലാതെ പെട്ടെന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ വേറൊരു രീതിയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിനത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പല രോഗങ്ങളും അനാരോഗ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു സമയമാണ്. പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർക്കൊക്കെ ഏറ്റവും പറ്റിയ സമയമാണ് ഈ വൃശ്ചിക മാസം 1-ാം തീയതി. ഈ ന്യൂ ഇയറിലൊക്കെ നമ്മൾ പല റെസൊല്യൂഷൻസൊക്കെ വിചാരിക്കും. നാളെ മുതൽ, ജനുവരി 1 മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷേ അത് ചിലപ്പം ആരംഭശൂരത്വം എന്ന് പറഞ്ഞ പോലെ തുടക്കത്തിലൊക്കെ നമ്മൾ ചെയ്തു വരും, പിന്നീട് നമ്മൾ ഉൾവലിയും ഒന്നും നടക്കില്ല. ചില ആളുകൾ ഇന്ന് പോട്ടെ നാളെ തുടങ്ങാം, കാരണം ഡിസംബർ 31 പല പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. നമുക്ക് ന്യൂ ഇയർ പ്രോഗ്രാമൊക്കെ പങ്കെടുത്ത് ലേറ്റായി വരുമ്പോൾ 1-ാം തീയതി രാവിലെ എഴുന്നേക്കലും പോകലും നടത്തവും അതൊന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കും, കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ റെസ്റ്റ് എടുത്തിട്ട് 2-ാം തീയതി മുതൽ തുടങ്ങാം. പക്ഷെ അതങ്ങനെ നീണ്ട് പോയിട്ട് നമ്മുടെ ഈ കാര്യങ്ങളൊന്നും നടക്കാത്തൊരവസ്ഥയിലേക്ക് പോകും. ഈ റെസൊല്യൂഷനൊക്കെ ഒരു സൈഡിലായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വൃശ്ചിക മാസം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ്. ഒരു തുടക്കത്തിന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് നടന്ന് അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ച് വരുമ്പോഴേക്കും തന്നെ നമുക്ക് ചെറിയൊരു ഒന്ന് നമ്മുടെ മാനസികവും ശാരീരികമായിട്ടുള്ളൊക്കെ റിലാക്സ് ആയിട്ടുണ്ടാവും. അപ്പം നടത്തായി തിരിച്ചു വരുമ്പോൾ നമ്മൾ വെയിൽ കൊള്ളും. പിന്നെ നമ്മൾ കോൺസെൻട്രേഷൻ കിട്ടാൻ, ഏകാഗ്രത കിട്ടാൻ നമ്മൾ ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അവിടെ പോയി നമ്മുടെ പുതിയതും പഴയതും ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ സാധിക്കും. പിന്നെ ഒരു ഭക്തിപരമായ അന്തരീക്ഷമായിരിക്കും അവിടെ. അപ്പോൾ നമ്മൾ ചിന്തകളൊന്നും മലിനപ്പെടാതിരിക്കാൻ എപ്പോഴും പവിത്രമായി വെക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു നടത്തം കൊണ്ട് സാധിക്കും. അപ്പം സത്യം പറഞ്ഞാൽ നമ്മളും ചില ദിവസങ്ങളൊക്കെ മടിച്ചു പോകും, ഒന്ന് ഇരുന്നിട്ട് പിന്നീടാവാം, ഇന്ന് പോകട്ടെ, ഇന്ന് കുറച്ച് ലേറ്റായി പോകാം എന്ന് തോന്നും. പക്ഷെ ഇവിടെ ഒരു സംഭവം എന്ന് വെച്ചാൽ അവിടെ അമ്പലം അടച്ചു പോകും. രാവിലത്തെ ആ ഒരു ദീപാരാധനയെല്ലാം കഴിഞ്ഞാൽ, രാവിലത്തെ പൂജ കഴിഞ്ഞാൽ അത് അടച്ചു പോകും. അപ്പോൾ അതിനു മുമ്പ് അവിടെ ദർശനവും വേണം. അപ്പം അടച്ച അമ്പലത്തിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഏകദേശം ഒരു അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമ്മളിൽ നിന്ന് തന്നെ ഒരു ഉത്തേജനം ഉണ്ടാവണം. നമ്മൾ സ്വയം ചിന്തിക്കണം, എനിക്ക് ചെയ്തേ പറ്റും. അങ്ങനെയാകുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് പോകാൻ പറ്റും. ആ രാവിലത്തെ കാറ്റും കുളിർ കാറ്റും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലല്ല പറയുന്നത്, പുറത്തേക്ക് ഇറങ്ങുമ്പോഴതും ആ ചെറിയ നടത്തവും പിന്നെ വെയിലുള്ളതൊക്കെ
വളരെ ആരോഗ്യം നന്നായിരിക്കാൻ നമുക്കൊരുപാട് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മുടക്കാതെ പോവുക. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു പേരിലാവട്ടെ എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ശ്രമിക്കുക. ചില മാറ്റങ്ങൾ സ്വയം വരുത്താൻ ശ്രമിക്കുക. കാരണം നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ ഒരു സമയനിഷ്ഠ ഇല്ലാത്ത ഒരു അവസ്ഥ, അത് നമുക്കെന്നും ആരോഗ്യപ്രദമാവില്ല, സന്തോഷം കിട്ടില്ല. പിന്നെ അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് ഉച്ച വരെയാണ്. ഉച്ചയ്ക്ക് ശേഷം പിന്നെ പെട്ടെന്ന് സമയം പോകുന്നതായിട്ട് തോന്നും. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ പെട്ടെന്ന് ഇരുട്ടാവും, ദിവസം കുറവാണ്, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം കിട്ടും എന്നുള്ളതാണ്. ഒരുപാട് സമയം കിട്ടും. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങളും വന്നേക്കും. നമുക്ക് വഴിയിൽ വെച്ച് കാണാം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സൈനിങ് ഓഫ്, സുരേഷ് പുനൂർ, പുനെ.